ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഗുവാഹത്തിയിൽ നടക്കുന്ന നിക്ഷേപ അടിസ്ഥാന സൌകര്യ വികസന ഉച്ചകോടിയുടെ പ്ലീനറി സെഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 28 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 15 സീറ്റ് എൽഡിഎഫിനും 13 യുഡിഎഫിനും വിജയം. ശമ്പള വർധന അടക്കമുള്ള ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് മഹാശിവരാത്രി ദിവസമായ നാളെ സമാപനം. മഹാശിവരാത്രി ആഘോഷങ്ങൾക്കായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ബലിതർപ്പണത്തിനുള്ള സജ്ജീകരണങ്ങളുമായി ആലുവ മണപ്പുറം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ പ്രാഥമിക പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഗുജറാത്തിനെതിരെ ചരിത്ര വിജയം നേടിയ കേരളം വിദർഭയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ബീഹാർ, മധ്യപ്രദേശ്, ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് ബീഹാറിലെ പറ്റ്ന മെഡിക്കൽ കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. രണ്ടാം ദിവസം മധ്യപ്രദേശ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി അന്ന് തന്നെ ഗുജറാത്തിലെ കെവാഡിയയിലെ ഏകതാ പ്രതിമ സന്ദർശിക്കുകയും നർമ്മദ ആരതിക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. 3 ദിവസം ഗുജറാത്തിലെ വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. അസമിലെ ഗുവാഹത്തിയിൽ നടക്കുന്ന അഡ്വാന്റേജ് അസം 2.0 നിക്ഷേപ അടിസ്ഥാന സൌകര്യ വികസന ഉച്ചകോടിയുടെ പ്ലീനറി സെഷൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ വ്യാവസായിക പരിണാമം, ആഗോള വ്യാപാര പങ്കാളിത്തം, അസമിലെ എംഎസ്എംഇ മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട 240-ലധികം പ്രദർശകർ പങ്കെടുക്കുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ അസമിലെത്തിയ പ്രധാനമന്ത്രി 8600-ലേറെ നർത്തകർ അണിനിരന്ന അസമിലെ പരമ്പരാഗത കലാരൂപം വീക്ഷിച്ചു. സംസ്ഥാനത്ത് 28 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 15 സീറ്റുകളിൽ എൽഡിഎഫിനും 13 യുഡിഎഫിനും വിജയം. 3 മറ്റുള്ളവർക്കാണ് വിജയം. ആകെ 30 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ 2 വാർഡുകളിൽ എതിരില്ലാതെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 65.83% പോളിംഗ് ശതമാനം. ശമ്പള വർധനവടക്കമുള്ള ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പണിമുടക്കുന്ന ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശം. എൻഎച്ച്എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. ആശാവർക്കർമാർ പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്താൻ മെഡിക്കൽ ഓഫീസർമാർ നടപടി സ്വീകരിക്കണം. കാലതാമസം ഒഴിവാക്കാൻ അടുത്ത വാർഡിലെ ആശാവർക്കർമാർക്ക് അധിക ചുമതല നൽകണമെന്നും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ വഴിയോ സന്നദ്ധ പ്രവർത്തകർ വഴിയോ സേവനം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആശാവർക്കർമാരുടെ സമരം 2 ആഴ്ച പിന്നിടുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ തുടർന്ന് പട്ടാമ്പി, മുക്കം, കൊടുവള്ളി, പയ്യോളി, ഫറോക്ക്, പാനൂർ, മട്ടന്നൂർ, ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റികളിലെയും കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് വിഭജനം സംബന്ധിച്ച് പരാതിക്കാരെ നേരിൽ കേൾക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ തീരുമാനിച്ചതായി കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ അറിയിച്ചു. പരാതിക്കാരെ അടുത്ത മാസം 7-ന് രാവിലെ 10 മുതൽ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് കമ്മീഷൻ നേരിൽ കാണുക. സംസ്ഥാനത്തെ മറ്റ് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ വാർഡ് വിഭജന പരാതികളിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ജില്ലകളിൽ നടത്തിയ പബ്ലിക് ഹിയറിംഗ് ഈ മാസം 22-ന് പൂർത്തിയായിരുന്നു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് മഹാശിവരാത്രി ദിവസമായ നാളെ സമാപനം. തീർത്ഥാടകർക്ക് ശിവരാത്രിയിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നതെന്ന് പ്രയാഗ്രാജ് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ക്ഷേത്ര പരിസരത്തും പുണ്യസ്നാനം നടത്തുന്ന സ്ഥലങ്ങളിലും ശുചിത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ തുടർച്ചയായി നിരീക്ഷിക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു. ശിവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ആലുവ മണപ്പുറം ബലിതർപ്പണത്തിന് ഒരുങ്ങി. 116 ബലിത്തറകളാണ് ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. നാളെ വൈകിട്ട് മുതൽ ജനങ്ങൾ പിതൃതർപ്പണത്തിനായി മണപ്പുറത്തേക്ക് ഒഴുകിയെത്തും. രാത്രി 10 മണിയോടെ ശിവരാത്രി ബലിയും മറ്റന്നാൾ രാവിലെ 8:30 വാവ് ബലിയും നടക്കും. പെരിയാറിന് മറുകരയിലുള്ള അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടത്താൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ച് 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. കൂടാതെ 4 വാച്ച് ടവറുകളിൽ നിന്നും സിസിടിവിയും മറ്റും ഉപയോഗിച്ചുള്ള നിരീക്ഷണവും പോലീസ് നടത്തുന്നുണ്ട്. നാളെ വൈകിട്ട് മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിവരെ ആലുവ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. മഹാശിവരാത്രി നാളെ ആഘോഷങ്ങൾക്കായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളും ഒരുങ്ങി.
ഇന്നു മുതൽ വ്രതം ആരംഭിക്കും. നാളെ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കും. ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന ശിവാലയ ഓട്ടം ഇന്ന് വൈകുന്നേരം ആരംഭിക്കും. നാളെയാണ് മഹാശിവരാത്രി. എല്ലാ ശിവക്ഷേത്രങ്ങളിലും രാത്രി ഇടവിട്ട് യാമപൂജകൾ നടക്കും. മാർത്താണ്ഡത്തിന് സമീപം മുഞ്ചിറ തിരുമല ശിവക്ഷേത്രത്തിൽ നിന്നാണ് ശിവാലയ ഓട്ടം ആരംഭിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ ഭക്തർ ഇവിടെ നിന്നും ഓട്ടം തുടങ്ങും. പാകിസ്ഥാനിലെ ശ്രീ കടാസ് രാജ് ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി 110 തീർത്ഥാടകർ പുറപ്പെട്ടു. ഒരാഴ്ച നീളുന്ന ആഘോഷങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ തീർത്ഥാടകർ അട്ടാരി ജോയിന്റ് ചെക്ക് പോസ്റ്റ് കടന്നതായി പ്രോട്ടോകോൾ ഓഫീസർ അറിയിച്ചു. ഇന്ന് രാവിലെ ബംഗാൾ ഉൾക്കടലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു. ഒഡീഷയുടെ പല ഭാഗങ്ങളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. സമുദ്രോപരിതലത്തിൽ നിന്നും 91 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനമുണ്ടായത്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ദ്വിദിന സമ്മേളനം അടുത്ത മാസം 4-5 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഡിജിറ്റൽ ഓൺലൈൻ ഗെയിമിംഗ് മേഖലയിൽ ഇന്ത്യ ശ്രദ്ധേയമായ വളർച്ച കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയവുമായി സഹകരിച്ച് ഇന്ററാക്ടീവ് എന്റർടൈൻമെന്റ് ആന്റ് ഇന്നൊവേഷൻ കൌൺസിൽ ഭാരത് ടെക് ട്രയംഫ് പ്രോഗ്രാം ആരംഭിച്ചു. ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1 പതിപ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടി അന്താരാഷ്ട്ര മേഖലയിൽ ഇന്ത്യയുടെ ഗെയിമിംഗ് കഴിവുകളെ തിരിച്ചറിയാനും പ്രദർശിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ ഇന്നോവേറ്റർമാർക്ക് ആഗോളതലത്തിൽ അവസരമൊരുക്കുന്ന ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സ് 2025 വരെ പരിപാടി തുടരും. വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതി അഫാൻ പ്രാഥമിക പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ്. ഏതുതരം ലഹരി വസ്തുവാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണെന്ന് നെടുമങ്ങാട് ഡിവൈഎസ്പി അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേർക്കും തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റതെന്ന് അദ്ദേഹം പറഞ്ഞു. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതി അഫാന്റെ പിതാവ് റഹീമിന് ഗൾഫിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും കേസുള്ളതിനാൽ ട്രാവൽ ബാൻ ഉണ്ടെന്നും DK മുരളി MLA പറഞ്ഞു. അദ്ദേഹത്തെ നാട്ടിലേക്കെത്തിക്കാൻ മലയാളി അസോസിയേഷൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുണ്ടെന്ന് DK മുരളി പറഞ്ഞു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 55ാം സമാധി ദിനം ഇന്ന് പെരുന്ന NSS ആസ്ഥാനത്തെ മന്നം സമാധി മണ്ഡപത്തിൽ രാവിലെ 6 മുതൽ ഭക്തിഗാനാലാപനവും പുഷ്പാർച്ചനയും ഉപവാസവും സമൂഹ പ്രാർത്ഥനയും നടന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ നാളെ മുതൽ. ഗുജറാത്തിനെതിരെ ചരിത്ര വിജയം നേടിയ കേരളം ഫൈനലിൽ വിദർഭയുമായി ഏറ്റുമുട്ടും. നാഗ്പൂരിലാണ് കളി. രഞ്ജി ചരിത്രത്തിലാദ്യമായാണ് കേരളം ഫൈനലിലെത്തുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ചെന്നൈയിൻ FCയെ നേരിടും. ബംഗളൂരുവിൽ രാത്രി 7:30 മത്സരം. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കാൻ KSRTC വിനോദസഞ്ചാരികൾക്ക് മാത്രമായി 4 ഉല്ലാസയാത്രാ സർവീസുകളാണ് KSRTC തുടങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാറിലെ വിനോദസഞ്ചാര വികസനം മുന്നിൽ കണ്ടാണ് പുതിയ 4 ഉല്ലാസയാത്രാ സർവീസുകൾ തുടങ്ങാൻ KSRTC തീരുമാനിച്ചത്. പ്രകൃതി മനോഹാരിത നിറഞ്ഞ മൂന്നാറിന്റെ ഉൾപ്രദേശങ്ങളിലേക്കടക്കം കുറഞ്ഞ ചെലവിലും സുരക്ഷിതമായും എത്താമെന്നത് സഞ്ചാരികൾക്കും ഏറെ ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. മൂന്നാറിലെ KSRTC ഡിപ്പോയിൽ നിന്ന് തുടങ്ങി ഡിപ്പോയിൽ തന്നെ തിരികെ എത്തുന്ന രീതിയിലാണ് സർവീസുകൾ ക്രമീകരിക്കുക. രാവിലെ 8:45, 9:30, 10, ഉച്ചയ്ക്ക് 1 മണി എന്നീ സമയങ്ങളിലാണ് സർവീസുകൾ തുടങ്ങുന്നത്. 4 സർവീസുകളും മൂന്നാറിന് സമീപത്തായുള്ള 4 വ്യത്യസ്ത ഭാഗങ്ങളിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി െന്ന പ്രത്യേകതയുമുണ്ട്. സംസ്ഥാനത്ത് നാളെ വരെ ചിലയിടങ്ങളിൽ പകൽ താപനില സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുവാഹത്തിയിൽ നടക്കുന്ന നിക്ഷേപ അടിസ്ഥാന സൌകര്യ വികസന ഉച്ചകോടിയുടെ പ്ലീനറി സെഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 28 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 15 സീറ്റിൽ LDFനും 13 UDFനും വിജയം. ശമ്പള വർധന അടക്കമുള്ള ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് മഹാശിവരാത്രി ദിനമായ നാളെ സമാപനം. മഹാശിവരാത്രി ആഘോഷങ്ങൾക്കായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ബലിതർപ്പണത്തിനുള്ള സജ്ജീകരണങ്ങളുമായി ആലുവ മണപ്പുറം.
വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ പ്രാഥമിക പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഗുജറാത്തിനെതിരെ ചരിത്ര വിജയം നേടിയ കേരളം വിദർഭയുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.